ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇക്കയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് 100K ആയതിന് ശേഷം മൂപ്പർ എല്ലാ വീഡിയോയിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 100K അല്ല, ഓൾമോസ്റ്റ് 142K അത്രേ ആയിട്ടുണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ്. അപ്പം ഞാൻ ഇന്ന് മൂപ്പരെ കുറേ ഇങ്ങനെ വിളിച്ച് കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് മൂപ്പര് വന്നിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട് നിങ്ങളോട്. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളല്ല ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പിന്നെ ഇവിടെ വരുമ്പോൾ ഇക്കാക്ക് ഉണ്ടായ സാലറി കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, കമൻ്റായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ അതല്ലാതെ നമ്മളിവിടെ എങ്ങനെയാണ് ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്യുന്നത്, നമുക്ക് എത്രയാണ് മാസത്തിൽ വരുമാനം, അന്ന് ആ വരുന്ന സമയത്ത് എത്രയാണ് ഉണ്ടായിരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അതിനു മുമ്പായിട്ട് ഇക്കെ തന്നെ ഒന്ന് സെൽഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താലാ? അപ്പോൾ പേരെല്ലാം പറഞ്ഞു. എൻ്റെ പേര് ഷെരീഫ് എന്നാണ്. എന്താണ് ജോലി? ജോലി ഇപ്പം പർച്ചേസിങ് മാനേജർ ആൻഡ് ഫെസിലിറ്റി ഇൻചാർജ്, ഹൗസ് കീപ്പിംഗ് ആൻഡ് എക്സ്ട്രാ. അപ്പോൾ ആ ഒരു സ്വഭാവം തന്നെയാണ് ഇപ്പൊ പറഞ്ഞില്ലേ അത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പാണ്. പിന്നെ വലിയ താല്പര്യമൊന്നുമില്ല വീഡിയോയിൽ വരാന്. ഇല്ല പറഞ്ഞാല് സമയമില്ല ഒന്നാമത് ഇതിനൊന്നും. പിന്നെ നമുക്ക് ഇതിനൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമുക്ക് ക്ഷമയില്ല കൂടുതലും. അപ്പൊ എനിക്കിപ്പോ ക്ഷമ കൂടുതലാണെന്ന് മനസ്സിലായി അല്ലേ? ക്ഷമയുള്ള ആൾക്കാർക്ക് മാത്രമേ യൂട്യൂബ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോവാം. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഓൾമോസ്റ്റ് 15 അല്ലേ? 14 വർഷം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയില്ലേ? അപ്പോൾ ആ വരുന്ന സമയത്ത് ഇക്കാക്ക് എത്രയാണ് സാലറി ഉണ്ടായിരുന്നാണ് ആൾക്കാർ ചോദിച്ചത്. എത്രയാണ്? കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോ. കഴിഞ്ഞ കഥയല്ലേ? വരുന്ന സമയത്ത് 4000 ദിർഹംസ്. 4000 ആണോ? ഇത്ര ഉണ്ടായിരുന്നല്ലേ? ഓക്കെ, 4000 ദിർഹമാണ് സാലറി അല്ലേ? അപ്പോൾ മോൻക്ക് 2 വയസ്സ്. വരുന്ന സമയത്ത് മോൻക്ക് 2 വയസ്സാണ്. പിന്നെ ഈ 4000 ദിർഹമിലാണ് നമ്മൾ എന്ത് ചെയ്തത്? റൂം വേണം, ഫുഡ് വേണം, ബാക്കിയുള്ളത് വേണം, പിന്നെ മരുന്നാകാം, എന്തായാലും എല്ലാം കൂടി അതിൽ പോകണം. ഈ 4000 ദിർഹമിൽ പോകണം അല്ലേ? പക്ഷെ ഇപ്പൊ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അന്ന് ലിവിങ് കോസ്റ്റ് കുറച്ച് കുറവായിരുന്നു. ലിവിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ വാടക ഉണ്ട്, പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളുടെ വില കുറവാണ്. ലിവിങ് കോസ്റ്റ് കുറവായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? എന്ത് ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തത്? കേർട്ടൻസ്. ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നല്ലോ. കേർട്ടൻസിന്റെ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് ആരാണ് തുടങ്ങി വെച്ചത്? ഞാൻ തന്നെ. ഞാനാണ് തുടങ്ങി വെച്ചത് കേട്ടാ. പക്ഷെ ഞാൻ തുടങ്ങുന്ന സമയത്ത് മൂപ്പര് എന്ത് ചെയ്യുന്നു? നിങ്ങൾ തന്നെ പറഞ്ഞ അങ്ങനെയല്ല, സപ്പോർട്ടിന്റെ കാര്യമാണ്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായിരുന്ന? സപ്പോർട്ട് ഞാൻ പറഞ്ഞു തയ്യാൻ അറിയില്ല. എനിക്ക് തയ്ക്കാൻ അറിയില്ല, അത് സത്യമാണ്. പിന്നെന്താ അതിനെങ്ങനെ പിന്നെ തയ്യാൻ അറിയാത്ത ആൾക്ക് ഇങ്ങനെ തയ്യാൻ കൊടുക്കുക? അതിൽ കുറെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, എനിക്കാണെങ്കിൽ സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ വീട്ടുകാർക്കൊന്നും ഈ സ്റ്റിച്ചിങ് മെഷീൻ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. കാരണം അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. ഉപ്പാക്കൊക്കെ ഭയങ്കര മോശമാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഭയങ്കര ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങിച്ചു തന്നിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്കാണെങ്കിൽ സ്റ്റിച്ചിങ് പഠിക്കണം. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? യൂട്യൂബ് നോക്കിയിട്ടല്ലല്ലോ ആദ്യം മെഷീൻ വാങ്ങിയല്ലേ? ആദ്യം ഒരു മെഷീൻ വാങ്ങി. പറഞ്ഞോ. ഏതോ ഒരു ബ്രദറിൻ്റെ ബ്രാൻഡിൻ്റെ ഒരു ഇലക്ട്രിക് മെഷീൻ വാങ്ങി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? പിന്നെ ഒരു കേർട്ടൺ, അങ്ങനെ 4 കേർട്ടൺ കാണുമല്ലോ തയ്ച്ചത്. 4 കേർട്ടൺ തയ്ച്ചിട്ട് ഞാൻ ഡുബിസലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ട് കസ്റ്റമർ വന്നു, ആ കേർട്ടൺ വാങ്ങിച്ചിട്ട് പോയി. അതേപോലെ തന്നെ വീണ്ടും അല്ലേ സെയിം ഇത് തുണി തന്നെ വാങ്ങിച്ചു. പക്ഷെ അതിൻ്റെ സൈഡ് സ്റ്റിച്ചിങ് അതൊന്നും പെർഫെക്റ്റ് അല്ലായിരുന്നു കേട്ടോ. അവരിങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ചെറിയ പൈസയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് അവർ വാങ്ങി പോകുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഈ ബിസിനസ്. പക്ഷേ അതുകൂടാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ സിസ്റ്ററിൻ്റെ നാട്ടിലേക്ക് അവർ അവരുടെ കേർട്ടനും ഞാൻ ഏറ്റെടുത്തു. അവന് മെറ്റീരിയൽ വാങ്ങി നാട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് നീ ഏറ്റെടുത്തു. ആരും തരില്ല കേട്ടോ, സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്ത ഒരാളുടെ കയ്യിൽ നാട്ടിലേക്ക് വാങ്ങിയ മെറ്റീരിയൽ ആരും തരില്ല. അങ്ങനെ ആ കേർട്ടനും ഞാൻ സ്റ്റിച്ച് ചെയ്തു. അതും പെർഫെക്റ്റ് ആയിട്ടില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? അതിനും സെയിൽ ചെയ്തു അല്ലേ?
എന്നിട്ട് പിന്നെ അവർക്ക് ഞാൻ വീണ്ടും വേറൊരു ക്ലോത്ത് വാങ്ങിച്ചിട്ട് ചെയ്ത് കൊടുത്തു. അപ്പം അങ്ങനെയാണ് ഒരു സ്റ്റാർട്ടിങ്. പക്ഷെ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നില്ലേ? നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ജോലിയുടെ കൂടെ ഈ ഒരു ബിസിനസ്സും ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അന്ന് മുമ്പോട്ട് പോകാൻ പറ്റി. ഏകദേശം എത്ര നമുക്കൊരു മാസം കിട്ടുമായിരുന്നു അന്ന്? ഏകദേശം നിങ്ങളുടെ സാലറിയേക്കാളും കൂടുതൽ നമുക്ക് ഈ ഒരു കേർട്ടൻ ബിസിനസ്സിൽ കിട്ടുമായിരുന്നു. നമുക്ക് ആണെങ്കിൽ അന്ന് പക്ഷെ അധ്വാനം പണിയുണ്ട്, മെനക്കെടുണ്ട്. പിന്നെ സ്റ്റിച്ച് ചെയ്യണം, പിന്നെ പോസ്റ്റ് ചെയ്യണം, പിന്നെ ആൾക്കാരെ നമ്മൾ ഡീലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പണിയുണ്ട്. പക്ഷെ അതൊരു ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമുക്കന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി അല്ലേ? പിന്നെ അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഈ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ചെയ്യും. ആ ചെയ്യുന്ന സമയത്ത് ചില നെഗറ്റീവ് കമൻറ്റ് അവർ വിചാരിക്കുന്നത് ഞാൻ വെറുതെ പറയുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടായ ആൾ കൂടെ ഉണ്ടെങ്കിൽ ആളുടെയും കൂടി വായിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കേൾക്കുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ വിചാരിച്ചത്. അങ്ങനെ നമ്മൾ എത്ര വർഷം ആ ഒരു ബിസിനസ് കൊണ്ടുപോയി? അത് ഏകദേശം ഒരു 6-7 വർഷം. 6-7 വർഷം ഞങ്ങൾ ഈ കേർട്ടൻ ബിസിനസ് കൊണ്ടുപോയി അല്ലേ? പിന്നെ ഞങ്ങൾക്ക് നല്ല ഓർഡേഴ്സ് വരാൻ തുടങ്ങി. അതും എല്ലാം അറബ്സിൻ്റെ ഒക്കെ അല്ലേ? അറബ്സ്. പിന്നെ പേഴ്സണലി അവരെ നമ്മൾ വിസിറ്റ് ചെയ്യും. എങ്ങനെ വെച്ചാൽ അവർ ഫ്ലാറ്റോ കാര്യങ്ങളോ എല്ലാം ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അവിടെ പോയി വിസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എടുത്ത് അതിന് കറക്റ്റായിട്ടുള്ള അളവിൽ നമ്മൾ ഉണ്ടാക്കി ഇൻസ്റ്റാളേഷൻ മൊത്തം ചെയ്ത് കൊടുത്ത് അങ്ങനെയുള്ള പരിപാടിയിലേക്ക്. അത് അതിനേക്കാളും വലിയ രസമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരാളെയും കൊണ്ട് പോകും, അയാൾക്കാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും അറിയില്ല. അവനും എന്നെ പോലെ തന്നെയാണ്, ഒന്നും അറിയാത്ത ഒരാളാണ്. അപ്പോൾ അവന് എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ട് വരും, ഞങ്ങൾ അവന് ക്യാഷും കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം. പക്ഷെ ആരും ഒരു കംപ്ലൈൻറ്റും പറയില്ല കേട്ടോ. അറബികളൊക്കെയാണ്, എന്നിട്ടും അറബിയും പാകിസ്ഥാനി അല്ലേ, ആരും ഞങ്ങളുടെ കേർട്ടനെ പറ്റി കംപ്ലൈൻ്റ് ഒന്നും പറയില്ല. ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ പോയിട്ട് ഞാൻ ഇക്കാക്ക് വിളിച്ച് ചോദിക്കും, കേർട്ടൻ ഫിക്സ് ചെയ്തോ? അപ്പോൾ മൂപ്പര് ഫിക്സ് ചെയ്തു എന്ന് പറയേ. എന്നിട്ട് ഞാൻ ചോദിക്കും എങ്ങനെയുണ്ട്? അപ്പോൾ ഇക്ക പറയും ഒരു സൈഡിൽ വലുതും ഒരു സൈഡിൽ ചെറുതും. മീൻസ് ഇങ്ങനെ നമ്മൾ കേർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് അല്ലേ, ഒരു സൈഡിൽ പൊങ്ങി താഴത്തോട്ടും പിന്നെ ഒന്നും പൊങ്ങിയിട്ടും, അതായത് ഒരു സൈക്കിൾ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന പെഡല് അതുപോലെ. അപ്പൊ എനിക്കാണെങ്കിൽ ഈ കുറ്റം പറയുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടില്ല, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് എന്നുള്ളതാണ്. പക്ഷെ പിന്നീടാണ് എല്ലാം മനസ്സിലായത്. പിന്നീട് എനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ സംഭവം മനസ്സിലായി. പിന്നെ ഞാൻ മനസ്സിലാക്കി. പിന്നെ സ്റ്റിച്ചിങ് മെഷീന് കാര്യങ്ങളെല്ലാം മാറി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ചെറിയൊരു സ്റ്റിച്ചിങ് മെഷീനിലാണ് നമ്മൾ തുടങ്ങിയത്. അത് ചെറിയൊരു മെഷീനാണ്, പക്ഷെ അതിൽ തന്നെ നമ്മൾ ബ്ലാക്ക് ഔട്ട് കേർട്ടൻസും വലിയ ഹൈ ലെവലിലുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതങ്ങ് ചെയ്ത് നല്ലൊരു ബിസിനസ്സായി മാറി. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അല്ലേ? പിന്നെ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അതിനിടയിൽ കോവിഡ് വന്നു അല്ലേ? കോവിഡ് വന്നിട്ട് കോവിഡ് വന്നില്ലേ? പിന്നെ അതിന് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം സോഹൻ നമ്മളെ പ്രഗ്നൻസി പിന്നെ മോളെ പ്രഗ്നൻ്റ് ആയി. പിന്നെ അതിനുശേഷം ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഇക്കാക്ക് ഒരു താല്പര്യമില്ലായിരുന്നു കേട്ടോ. അതെല്ലാം എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റിലാണ്. മൂപ്പർക്കാണെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ ജോലി എടുത്തു കഴിഞ്ഞാൽ ഷെയിമല്ലേ, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ്. ആൾക്കാരെന്തെങ്കിലും പറയുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റി എഴുതി അങ്ങനെ ചെയ്തു. പിന്നെ ബാക്കി പിന്നെ അങ്ങോട്ട് ഇത് ടച്ച് വിട്ടുപോയി. പിന്നെ ഇപ്പോൾ ടച്ച് 1-2 വർഷം പിന്നെ അത് ചെയ്യാതെ നിൽക്കുമ്പോൾ ടച്ച് വിട്ടു. പിന്നെ കസ്റ്റമറെല്ലാം പല ഭാഗത്തും പോയി. പിന്നെ ഒരുപാട് കടകളും അതിന് ബേസ്ഡ് ആയിട്ടുള്ള കുറേ പിന്നെ ആൾക്കാരിങ്ങനെ ഇതേ ബിസിനസ് തുടങ്ങി. അപ്പോൾ പിന്നെ പോയി. ആൾക്കാർ ബിസിനസ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഒന്നും ഒളിച്ചു വെക്കില്ല. ഞാൻ എല്ലാവരോടും പറയും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും അവർ എന്നെ കണ്ടിട്ട് അവരൊക്കെ തുടങ്ങി. അന്ന് പിന്നെ ആ കാലത്തൊന്നും ഈ അബുദാബിയിൽ ഇങ്ങനെ കൂടുതലായിട്ടുള്ള ഇത് ഉള്ളത് തന്നെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സെദാർ പോലുള്ള വലിയ കേർട്ടൻ ഷോപ്പുകളായിരുന്നു. അപ്പോൾ അവിടെ പോയി ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരുവിധ ആൾക്കാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയും പുറത്ത് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു 10,000 ദിർഹമൊക്കെ കൊടുക്കണം. 8,000, 10,000, 11,000, 15,000 ഒക്കെ അവർ ഒരു ഫ്ലാറ്റിന് ചെയ്യുന്നത്. നമ്മളത് വളരെ അതിന്റെ ഏകദേശം ഒരു 25-30% നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് കോവിഡ് വന്നിട്ട് ഇല്ല, പിന്നീട് നമ്മള് പിന്നെയല്ലേ കോവിഡ് വരുന്നത്? അതെ, ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയി. പിന്നെ നമ്മള് പിന്നെ ബെഡ്ഷീറ്റിലേക്ക് മാറി. വെയിറ്റ് ഷിയ ഷെസിന്റെ അടുക്കൂടാ. വെയിറ്റ്
ശരി. ഓ ഓ ഓ ഓ മോനെണീക്കും. അപ്പോൾ പിന്നീട് നമ്മൾ ഞാൻ പറഞ്ഞ കുറേ വർഷം എടുക്കാം വെയിറ്റ്. പിന്നെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റിലോട്ട് മാറി. അത് മാറിയത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് വന്നില്ലേ. കോവിഡ് വന്നപ്പോൾ അതിന് മുമ്പ് അല്ലേ, സോറി, അതിന് മുമ്പ് നമ്മൾ ബെഡ്ഷീറ്റിൻ്റെതും അതൊക്കെ തുടങ്ങി. ഏകദേശം 3-4 വർഷം അങ്ങനെ തന്നെ പോയിരുന്നു. ശരിയാണ്. പക്ഷെ ബെഡ്ഷീറ്റും കേർട്ടൻസും അങ്ങനെ അല്ലേ, രണ്ടും കൂടി മിക്സ് ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു. പിന്നെ കോവിഡ് വന്നു. പിന്നെ ആ സമയത്ത് പിന്നെ ഇവിടെ മൂപ്പര് ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ക്രൈസിസ് അല്ലേ, ഫിനാൻഷ്യലി ഓൾറെഡി കോവിഡ് വരുന്നതിനേക്കാളും മുമ്പ് തന്നെ ക്രൈസിസ് തുടങ്ങിയിരുന്നു. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സാലറി കിട്ടാണ്ടും സാലറി ഓൾമോസ്റ്റ് എത്ര മാസം കിട്ടിയില്ല ആ സമയത്ത് 3 മാസം 4 മാസമൊക്കെ പിന്നെ കോവിഡ് വന്നതിന് ശേഷം 8 മാസം 10 മാസമൊക്കെ പെൻഡിങ്, സാലറി ഇല്ല. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് എൻ്റെ ഉപ്പയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ പോയിരുന്നു. പിന്നെ ഫ്ലൈറ്റ് അങ്ങ് ഓഫായി. അപ്പോൾ പിന്നെ ഞങ്ങൾ നാട്ടിൽ സ്റ്റക്കായി. പിന്നെ അത് കഴിഞ്ഞ് ഉപ്പയുടെ മരണം. പിന്നെ ഇക്കയാണെങ്കിൽ സാലറി ഇല്ല. പക്ഷേ ഇവിടെ ഈ ഒരു ബിസിനസ് ഉള്ളതുകൊണ്ട് മൂപ്പർക്ക് പിടിച്ചു വെക്കാൻ പറ്റി അല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എത്രയോ മാസങ്ങൾ ഈ ഞങ്ങളുടെ ഈ ഒരു ബിസിനസ്, ഇതല്ലാതെ നമ്മൾ കാറിൻ്റെ ബിസിനസ്സും ചെയ്തില്ല സമയത്ത്. കാറ് എടുത്തിട്ട് സെയിൽ ചെയ്യാം, ഒന്നും എടുത്തിട്ട് നമ്മൾ സെയിൽ ചെയ്തു. പിന്നെ നമുക്കൊരു ഐഡിയ കിട്ടി അല്ലേ, മറിച്ചു വെക്കും. അത് എനിക്ക് തോന്നുന്നു ഒരു 10-15 കാറൊക്കെ നമ്മൾ വിറ്റ് കാണും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് അല്ലാതെ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ക്യാഷ് ഒന്നും അല്ലല്ലോ, നമ്മൾ ഇവിടെ സമ്പാദിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അങ്ങ് തീർന്നു പോവാണ്. പിന്നെ മക്കളുടെ സ്കൂള് ഫീസ് അത് ഇതൊക്കെ ആയിട്ട്. പക്ഷേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇക്ക വരുന്ന സമയത്ത് വെറും 4000 ദിർഹം സാലറി ആയിരുന്നു. വന്നിട്ട് ഒരു 1.5 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് മോനെ സ്കൂളിൽ ചേർത്തു. സ്കൂൾ ഫീസ് എല്ലാം ഈ 4000-ൽ തന്നെ പോയി തോന്നുന്നു അല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു ബിസിനസ്സും കൂടി നമ്മൾ ചെയ്തപ്പോൾ എന്തായി, അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി. പക്ഷെ നമ്മൾ ഫുള്ള് ബിസിയാണ്, നമുക്ക് ഇരിക്കാൻ പോലും സമയമില്ല എന്നുള്ളതാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാനോ അല്ല ഭക്ഷണം കഴിക്കാനോ നേരമില്ല. ഭക്ഷണം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങും, കാരണം ഉണ്ടാക്കാൻ സമയമില്ല നമുക്ക്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിയിട്ട് അത് അങ്ങ് കഴിക്കും. പിന്നെ വീണ്ടും ജോലി കാര്യങ്ങൾ അങ്ങനെയൊക്കെ. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ ആ സമയത്ത് പിന്നെ ഈ വാട്സപ്പോ ഫേസ്ബുക്കോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ഉണ്ടെങ്കിൽ നമ്മൾ നോക്കത്ത് പോലും ഇല്ല. ജസ്റ്റ് നാട്ടിൽ കോൾ ചെയ്യും. കോള് നമുക്ക് നിർബന്ധമാണ്. ഉണ്ടെന്നാ പറയുന്നത് കേട്ടോ, പക്ഷെ നമുക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു സംഭവം. നമ്മൾ ഉപയോഗിച്ചതായിട്ട് ഓർമ്മയില്ല. ആകെയുള്ളത് ബാക്കി നാളെ പറയാം. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ ഇത്രയും കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞെണീറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലേ. കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് അടുത്ത എപ്പിസോഡായിട്ട് പറയാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫുൾ ഡീറ്റെയിൽസ് ആയി നമ്മൾ മുന്നോട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇതൊന്നുമല്ല സ്ട്രഗിൾ ചെയ്ത്, ഇതൊന്നുമല്ല, ഇതിനേക്കാൾ അപ്പുറം ഉണ്ട് പറയാൻ. കുറേ കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് പറയാൻ. അത് ഈ ഒരു വർഷം പറഞ്ഞു കഴിഞ്ഞാൽ തീരുമെന്നൊന്നും അറിയില്ല. കുറേ നമ്മുടെ മരണം വരെ എത്തിയ കുറേ കഥകളൊക്കെ ഉണ്ട്. അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാ എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. Okay, bye. Okay, bye. Take care. Assalamu alaikum warahmatullahi wabarakatuh.